ചൈനയിൽ പണ്ട് 3 സന്യാസിമാർ ജീവിച്ചിരുന്നു. അവരുടെ പേരോ നാടോ ഒന്നും ആർക്കും അറിയില്ലായിരുന്നു. പക്ഷേ അവർ എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടവരായിരുന്നു. സാധാരണ സന്യാസിമാരെ പോലെ സംസാരിക്കുകയോ ഉപദേശങ്ങൾ നൽകുകയോ ഒന്നും അവർ ചെയ്യില്ലായിരുന്നു. എന്തിന് ആരോടും ഒന്നും മിണ്ടുക പോലും ഇല്ലായിരുന്നു. അവർ ആകെ ചെയ്തിരുന്നത് ചൈനയിൽ ഉടനീളം സഞ്ചരിച്ച് ഓരോ ഗ്രാമത്തിലും എത്തി അവിടുത്തെ ചന്തയിലോ അല്ലെങ്കിൽ ആളുകൾ കൂടുന്ന മറ്റേതെങ്കിലും സ്ഥലത്തോ ചെന്ന് മൂവരും ഒരുമിച്ച് ഉറക്കെ ചിരിക്കുമായിരുന്നു. അവിടെയുള്ളവർ ആദ്യം അത്ഭുതപ്പെട്ട് നിൽക്കുമെങ്കിലും പിന്നീട് അവരുടെ ചിരിയിൽ പങ്കുചേരും. അവിടേക്ക് കൂടുതൽ ആളുകൾ വന്ന് അതൊരു കൂട്ടച്ചിരിയായി മാറി എല്ലാവരും സന്തോഷത്തിൽ മറന്നു നിൽക്കുമ്പോൾ ആ 3 സന്യാസിമാർ ആ ഗ്രാമത്തിൽ നിന്നും അടുത്ത ഗ്രാമത്തിലേക്ക് യാത്ര തിരിക്കും. ഇങ്ങനെ സ്വയം ചിരിച്ചും മറ്റുള്ളവരെ ചിരിപ്പിച്ചും നടന്നവരായതുകൊണ്ട് തന്നെ എല്ലാവരും അവരെ 3 ലാഫിംഗ് മോങ്സ് എന്നാണ് വിളിച്ചിരുന്നത്. അവർ ഉള്ളയിടത്തെല്ലാം സന്തോഷവും ചിരിയും നിറഞ്ഞു. അങ്ങനെ അവർ എല്ലാവർക്കും പ്രിയപ്പെട്ടവരായി. ലോകത്തിനായി അവർ കൈമാറിയിരുന്ന സന്ദേശവും ഈ ചിരി തന്നെയായിരുന്നു. അങ്ങനെ അവർ വർഷങ്ങളോളം ചൈനയിൽ പലയിടത്തായി ചിരി പടർത്തി ജീവിച്ചു. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ വെച്ച് അവരിൽ ഒരാൾ അപ്രതീക്ഷിതമായി മരണപ്പെട്ടു. ഈ വാർത്തയറിഞ്ഞ ആളുകൾ ആ ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു. എപ്പോഴും ചിരിച്ചു മാത്രം കണ്ടിട്ടുള്ള ആ സന്യാസിമാർ കരയുമോ എന്ന സംശയവുമായി ഓടിയെത്തിയവരായിരുന്നു അവരിലേറെയും പേർ. എന്നാൽ അവിടെ തടിച്ചു കൂടിയവരെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് അവർ കണ്ട ഒരു കാഴ്ച മരിച്ചു കിടക്കുന്ന സുഹൃത്തിൻ്റെ ഇരുവശങ്ങളിലും ഇരുന്ന് എന്തോ ഒരു തമാശ കേട്ടെന്നോണം ഉറക്കെ ചിരിക്കുന്ന മറ്റു 2 പേരെയുമാണ്. ഇതുകണ്ട് അത്ഭുതപ്പെട്ട ജനം അവരോട് ചിരിക്കുവാനുള്ള കാരണം ചോദിച്ചു. അങ്ങനെ ആദ്യമായി അവർ സംസാരിച്ചു. അവർ പറഞ്ഞ കാരണം ഇതായിരുന്നു: ഇന്നലെ ഈ ഗ്രാമത്തിലേക്ക് ഞങ്ങൾ വരുന്ന വഴി ഞങ്ങൾ ഒരു പന്തയം വെച്ചിരുന്നു. ഞങ്ങളിൽ ആരാണ് ആദ്യം മരിക്കുകയെന്ന്. ഇപ്പോൾ ദാ ഇവൻ ജയിച്ചിരിക്കുന്നു. ഞങ്ങൾ തോൽക്കുകയും ചെയ്തു. ഇവൻ്റെ വിജയത്തിലും ഞങ്ങളുടെ തോൽവിക്കും വേണ്ടിയാണ് ഞങ്ങൾ ഈ ചിരിക്കുന്നത്. അതുമാത്രമല്ല, എന്നും ഒരുമിച്ച് ചിരിച്ചു നടന്ന ഞങ്ങൾക്ക് ഇവന് കൊടുക്കാൻ പറ്റുന്ന ഉത്തമമായ ഒരു യാത്രയയപ്പും ഈ ചിരിയാണ് എന്ന് പറഞ്ഞ് അവർ ഉറക്കെ ചിരിച്ചു. ചിതയിലേക്ക് എടുക്കുന്നതിന് മുൻപുള്ള കർമ്മങ്ങൾ ചെയ്യുവാനായി മുതിർന്നവരോട് 2 സന്യാസിമാരും പറഞ്ഞു, അരുത്, അവനെ കുളിപ്പിക്കുകയോ വസ്ത്രം മാറ്റിക്കുകയോ ചെയ്യരുത്. അതവൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ്. ചിരി അവനെ എപ്പോഴും ശുദ്ധീകരിച്ചിരുന്നു. ഒരു അഴുക്കും അവൻ്റെ ഉള്ളിലോ പുറത്തോ പ്രവേശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ചിതയിലേക്ക് എടുക്കുന്നതിന് മുന്നേ പ്രത്യേകമായി ഒന്നും ചെയ്യേണ്ടതില്ല എന്നവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഗ്രാമവാസികൾ എല്ലാം വിഷമത്തോടെ തങ്ങളുടെ പ്രിയപ്പെട്ടവനെ ചിതയ്ക്ക് തീ കൊളുത്തി. തീ ആളിക്കത്തി തുടങ്ങിയപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ വസ്ത്രത്തിനുള്ളിൽ ഒളിച്ചു വെച്ചിരുന്ന പടക്കങ്ങളെല്ലാം ആകാശത്തേക്ക് പൊട്ടി ഉയർന്നു വിവിധ നിറങ്ങളിൽ വിസ്മയം തീർത്തു. ഇത് കണ്ടു നിന്നവർ എല്ലാം ഉല്ലസിച്ച് ചിരിച്ച് ആ മഹാനായ സന്യാസിയെ യാത്രയാക്കി. ഈ 3 പേർ അവരുടെ ജീവിതം കൊണ്ട് പകർന്നു തന്ന സന്ദേശം ഇതാണ്: ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നമ്മൾ ചിരിക്കാനായി കിട്ടുന്ന അവസരങ്ങളായി കാണുക. ഏതൊരു വിഷമത്തിനെയും പ്രശ്നത്തിനെയും നമ്മൾ ചിരിച്ചുകൊണ്ട് നേരിടുക. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നത് തന്നെ ചിലപ്പോൾ നമ്മൾക്ക് ചിരിക്കാനുള്ള കഴിവ് ഉള്ളതുകൊണ്ടാവും. തങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടവൻ്റെ മരണത്തിൽ പോലും കരയാതെ ഉറക്കി ചിരിക്കുവാൻ കാരണം കണ്ടെത്തിയ ഇവരെ പോലെ നമുക്കും ഉറക്കെ ചിരിക്കാം. നമ്മുടെ വിഷമങ്ങളും പ്രശ്നങ്ങളും അതിൽ അലിഞ്ഞ് ഇല്ലാതാവട്ടെ. ചാർലി ചാപ്ലിൻ പറഞ്ഞതുപോലെ, എ ഡേ വിത്തൗട്ട് ലോഫ്റ്റർ ഇസ് എ ഡേ വേസ്റ്റഡ്.